ഇന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വന്തം പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ ഒരു രാജ്യം നടത്തുന്ന പോരാട്ടങ്ങളെ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെയും മറ്റ് സാമ്രാജ്യത്വ ശക്തികളുടെയും നിരന്തരമായ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഇറാന്റെ നിലപാടുകളെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വതന്ത്രമായ ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെ നടക്കുന്ന കടന്നുകയറ്റങ്ങൾ തികച്ചും അപലപനീയമാണ്. ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടും അവരുടെ സൈനിക ജനറൽമാരെ വധിച്ചുകൊണ്ടും വിദേശ ശക്തികൾ നടത്തുന്ന അധിനിവേശം കേവലം ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് ആഗോള സമാധാനത്തിന് നേരെ ഉയർത്തുന്ന ഭീഷണിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാന് തങ്ങളുടെ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ശക്തമായ തിരിച്ചടി നൽകുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ഡാർക്കോവിൽ ആണവ വൈദ്യുത നിലയമാണ് അമേരിക്കയുടെ പുതിയ ആക്രമണത്തിന് ലക്ഷ്യമാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഡാർക്കോവിൻ ആണവ നിലയത്തിന് നേരെ പോലും വ്യോമാക്രമണങ്ങളും അട്ടിമറി ശ്രമങ്ങളും നടക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് തുടർച്ചയായ 9ാം രാത്രിയിലും അമേരിക്ക ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നതാണ്. ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ആണവ വൈദ്യുത നിലയവും ഈ ആക്രമണത്തിൽ ലക്ഷ്യമാക്കപ്പെട്ടു എന്നാണ് ഇറാൻ പറയുന്നത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വികസനത്തിനും ഊർജ ആവശ്യങ്ങൾക്കുമായി നിർമ്മിക്കുന്ന ആണവ അടിസ്ഥാന സൗകര്യങ്ങളെ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര യുദ്ധ കുറ്റങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമാണ്. കാലങ്ങളായി ഇറാൻ നേരിടുന്ന ഇത്തരം വെല്ലുവിളികൾക്ക് മുന്നിൽ അവർ എന്നും സമാധാനത്തിന്റെയും ചർച്ചകളുടെയും പാതയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സമാധാന അന്വേഷണങ്ങളെ ഇറാന്റെ ബലഹീനതയായി കാണുന്ന ഒരു സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ ഇനി കൃത്യമായ മറുപടി നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഇറാൻ ഭരണകൂടം അവിടുത്തെ സായുധ സേനയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ സ്വന്തം മണ്ണും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഇറാൻ കൈക്കൊള്ളുന്ന ഏത് പ്രതിരോധ നടപടിയും അന്താരാഷ്ട്ര നിയമപ്രകാരം തികച്ചും ന്യായീകരിക്കപ്പെടേണ്ട ഒന്നാണ്. ഇനിയൊരു തിരിച്ചടി മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന ഇറാന്റെ നിലപാട് കേവലം ഒരു യുദ്ധപ്രഖ്യാപനമല്ല, മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ആത്മപ്രതിരോധത്തിന്റെ ശബ്ദമാണ്. അമേരിക്കൻ സേന പശ്ചിമേഷ്യയിൽ നടത്തുന്ന നിയമവിരുദ്ധമായ സൈനിക വിന്യാസങ്ങളും ഇറാന്റെ അതിർത്തികളിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളും ദീർഘകാലമായി തുടരുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇറാൻ നേരിട്ടുള്ള സൈനിക വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വിദേശ ശക്തികളുടെ ഭാഗത്തു നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഈ അധിനിവേശ നീക്കങ്ങളെയും രാജ്യം നേരിട്ടത് അതിശക്തമായ പ്രതിരോധത്തിലൂടെയാണ്. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും മിസൈൽ നീക്കങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേതൃത്വത്തിൽ അതിർത്തികളിലും തീരദേശ മേഖലകളിലും പ്രതിരോധ വ്യൂഹങ്ങളെ വിന്യസിച്ചുകൊണ്ട് ഇറാൻ ശക്തമായ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. ശത്രുക്കളുടെ താവളങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും കൃത്യമായി ലക്ഷ്യം വെക്കാൻ ശക്തിയുള്ള ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമാക്കിക്കൊണ്ട് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും തങ്ങൾ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണ് എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. തങ്ങളുടെ മണ്ണിൽ തൊട്ടുകളിക്കാൻ തുനിയുന്ന വിദേശ ശക്തികൾക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ ഭരണകൂടം കർശനമായ അവസാന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് പ്രതിരോധം തീർക്കാൻ ഇറാന് എല്ലാ അവകാശങ്ങളുമുണ്ട്. ഇറാന്റെ സായുധ സേന രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഏത് തരത്തിലുള്ള ത്യാഗത്തിനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ ആത്മവീര്യത്തെയാണ് കാണിക്കുന്നത്. ഏത് തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളെയും നേരിടാൻ രാജ്യം സന്നദ്ധമാണ് എന്നതും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അവിവേകം ഉണ്ടായാൽ അതിന് തക്കതായ മറുപടി നൽകുമെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ നാം ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം അന്താരാഷ്ട്ര ഏജൻസികളുടെയും ആഗോള മാധ്യമങ്ങളുടെയും ഇരട്ടത്താപ്പാണ്. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും പോലുള്ള പ്രസ്ഥാനങ്ങൾ അമേരിക്കയോ അവരുടെ സഖ്യകക്ഷികളോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തുമ്പോൾ പുലർത്തുന്ന നിശബ്ദത തികച്ചും സംശയാസ്പദമാണ്. ഏതെങ്കിലും ഒരു 3ാം ലോക രാജ്യം ഒരു പാശ്ചാത്യ രാജ്യത്തിന് നേരെ ചെറിയൊരു സൈനിക നീക്കം നടത്തിയാൽ ഉടൻ തന്നെ ഉപരോധങ്ങളും അന്താരാഷ്ട്ര വിലക്കുകളുമായി രംഗത്തെത്തുന്ന ഈ ഏജൻസികൾ ഇറാന്റെ സുരക്ഷ അപകടത്തിലാകുമ്പോൾ എവിടെ പോകുന്നു എന്ന ചോദ്യം ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അല്ലെങ്കിൽ IAEA ഇത്തരം സാഹചര്യങ്ങളിൽ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെടുന്നത് വലിയൊരു ദുരന്തത്തിന് കാരണമാകാം എന്നറിഞ്ഞിട്ടും
അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളോ നിയമ നടപടികളോ ഉണ്ടാകാത്തത് ലോകരാജ്യങ്ങളുടെ വലിയൊരു പരാജയത്തെയാണ് കാണിക്കുന്നത്. ഇറാൻ എല്ലാ കാലത്തും തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പലതവണ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് അവർ വിധേയരായിട്ടുമുണ്ട്. എന്നിട്ടും പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനത്തെ ഭയപ്പെടുന്ന ശക്തികൾ അവരെ ഒരു ഭീഷണിയായി ചിത്രീകരിക്കാൻ നിരന്തരം ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇറാനിലെ ശാസ്ത്രജ്ഞന്മാരെ വധിക്കുന്നതും അവരുടെ ആണവ സംവിധാനങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതും. ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഭീഷണികൾ ഉയർത്തുന്നതുമെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെ ഇറാൻ മുന്നേറുമ്പോൾ അവരുടെ ആത്മവിശ്വാസം അത് വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗാരിബാബാദി അമേരിക്കയുടെ നടപടിയെ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മേഖലയിലെ അസ്ഥിരതയും സുരക്ഷാ പ്രതിസന്ധിയും കൂടുതൽ വഷളാക്കുമെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കാണ് എന്നും അദ്ദേഹം ശക്തമായ രീതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഡാർക്കോവിൽ പ്ലാന്റിനെതിരായ ആക്രമണം ഇറാന്റെ സമാധാനപരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള അപകടകരമായ നീക്കമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ദേശീയ സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് വെറും നയതന്ത്ര പ്രസ്താവനയല്ല എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിലുടനീളം ഇറാൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആണവ പദ്ധതികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അവഗണിക്കില്ല എന്നാണ്. അതിനാൽ തന്നെ ഇത്തവണത്തെ പ്രതികരണം മുൻകാലത്തേക്കാൾ ശക്തമായിരിക്കുമെന്ന വിലയിരുത്തലുകളാണ് വരുന്നത്. വിദേശ അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം സ്വയം ഭരണാധികാരം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജനതയ്ക്കും വലിയൊരു പ്രചോദനമാണ്. അതേസമയം അമേരിക്കയുടെ നിലപാട് അനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ മറ്റു കപ്പൽ ഗതാഗതത്തിനുമെതിരെ ഇറാൻ നടത്തിയ നടപടികൾക്കെതിരെയുള്ള പ്രത്യാക്രമണമാണ് പുതിയ സൈനിക നീക്കം എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ നാവികശേഷിയും കപ്പൽ ആക്രമണശേഷിയും ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിനൊപ്പം തന്നെ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെയുള്ള ഭീഷണി കുറയ്ക്കുന്നതിനും ആക്രമണങ്ങൾ സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെ ദിവസേന കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ കടന്നുപോകുന്നു. ഈ കടലിടുക്കിലെ സുരക്ഷയെ ബാധിക്കുന്ന ഏത് നടപടിയും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ അമേരിക്ക തന്റെ നിലപാടുകളെ ന്യായീകരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഇതിനെയെല്ലാം തള്ളിക്കളയുകയും യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തിന്റെ തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക മാത്രമാണ് എന്ന് ശക്തമായി ആരോപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വെറുമൊരു യുദ്ധ സാഹചര്യമായി കാണാതെ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിനെതിരെ ഒരു രാജ്യം നടത്തുന്ന അതിജീവനത്തിന്റെ പോരാട്ടമായി വേണം മനസ്സിലാക്കാൻ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എങ്കിലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധങ്ങളെ പ്രതിരോധിക്കാതിരിക്കുന്നത് അടിമത്തത്തിനു തുല്യമാണ്. ഇറാൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന കർശനമായ നിലപാട് തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്കും വരും തലമുറയ്ക്ക് സമാധാനത്തോടെ ജീവിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്.